തൃശൂർ പാലിയേക്കര ടോൾ ബൂത്തിൽ വ്യവസായിയുടെ പ്രതിഷേധം. അതെന്തിനാണെന്നറിയാമോ? കനത്ത ഗതാഗത കുരുക്കിനെ തുടർന്ന് NTC MD വർഗീസാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 2 മണിക്കൂറോളം ബ്ലോക്കിൽ കുടുങ്ങിയത് കാരണം ഭാര്യാപിതാവിന്റെ സംസ്കാര ചടങ്ങിന് പങ്കെടുക്കാനായില്ല. അതെനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങൾക്ക് എന്തിനും ടോൾ തരുന്നു. ഞാൻ കോടതിന്റെ അവന്റെ ഫ്രണ്ടാ. ഇന്നിപ്പോ അവിടെ സംസാരിച്ച എന്നെ അറസ്റ്റ് ചെയ്തോ? അതിനാവണല്ലേ അത്. പക്ഷേ നിങ്ങളുടെ വാദം കൊണ്ട് വിവരങ്ങളുമായി ചേർന്നു ലിഷോയ്. ഗുഡ് മോർണിംഗ്. ഈ മനുഷ്യന്റെ പ്രതിഷേധത്തില് ആർക്കും തിരിച്ചൊന്നും പറയാൻ സാധിക്കില്ല. ഭാര്യാപിതാവിന്റെ സംസ്കാര ചടങ്ങിൽ പോലും പങ്കെടുക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ ഗതാഗത കുരുക്കിൽ പെട്ടുപോയി എന്ന് വന്നാൽ ഇതുപോലെ എന്തൊക്കെ ജീവിതത്തിലെ പ്രധാന കാര്യങ്ങൾക്കായി ഇറങ്ങിത്തിരിക്കുന്ന മനുഷ്യർ ഈ കുരുക്കിൽ പെടുന്നുണ്ടാവും. ഇതിനൊരു പരിഹാരം വേണ്ടേ, അല്ലേ? തീർച്ചയായും. അതായത് മോത്തി ഇവിടുത്തുകാർ ഇപ്പോൾ പറയുന്നത് ഈ പാലിയേക്കര ടോൾ പ്ലാസയും കടന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകണമെങ്കിൽ യാത്ര ചെയ്യേണ്ട സമയത്തിന് 3 മണിക്കൂറെങ്കിലും മുൻപ് പുറപ്പെടണം എന്നാണ്. അതായത് സാധാരണഗതിയിൽ എത്തുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിന് 3 മണിക്കൂറെങ്കിലും മുൻപ് ഇറങ്ങണം. എന്നാൽ മാത്രമേ ഈ ഒരു സ്ഥലത്ത് സമയത്തിന് എത്താൻ സാധിക്കൂ എന്നുള്ളതാണ്. മേൽപ്പാലം പണി പലയിടങ്ങളിലും നടക്കുന്നു. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ഗതാഗതക്കുരുക്കാണ്. റോഡുകൾ ആകെ തകർന്നു കിടക്കുകയാണ്, പകരം നിർമ്മിച്ചിരിക്കുന്ന റോഡുകൾ. എന്നിട്ടും യാതൊരു വിധത്തിലും ഈ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും ഒരു നടപടിയും ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി എടുക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല ടോൾ പിരിവിന് യാതൊരുവിധ കുറവുമില്ല. ടോൾ നൽകി വേണം അപ്പുറത്തേക്ക് കടക്കാനായി. ഈ കടന്നു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ വലിയ ഗതാഗതക്കുരുക്കാണ്. അതുകൊണ്ട് തന്നെ ആളുകളുടെ പ്രതിഷേധം ഇവിടെ സ്ഥിരമാണ്. അതിൽ ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ഈ ഭാര്യാപിതാവിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി ഈ വർഗീസ് ജോസ് ഈ പാലിയേക്കരയും കടന്ന് ടോൾ നൽകി മുന്നോട്ട് പോയത്. പക്ഷേ അധിക ദൂരം മുന്നോട്ട് പോകാനായി കഴിഞ്ഞില്ല. കാരണം ആമ്പല്ലൂരും പുതുക്കാടും ഒക്കെ തന്നെ ബ്ലോക്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് എത്താൻ കഴിഞ്ഞില്ല, ചടങ്ങിൽ പങ്കെടുക്കാനും കഴിഞ്ഞില്ല. പിന്നീട് മടങ്ങി വന്ന അദ്ദേഹം ഈ ടോൾ ബൂത്തിൽ പ്രതിഷേധിക്കുകയായിരുന്നു. ശരി ലിഷോ, നമുക്കിപ്പം ഈ പ്രതിഷേധം നടത്തിയ വർഗീസ് ജോസ് ഒപ്പം ചേരുന്നുണ്ട്. NTCയുടെ MD ആണ് ശ്രീ വർഗീസ് ജോർജ്. സ്വാഗതം മാതൃഭൂമി ന്യൂസിലേക്ക്. ആദ്യം തന്നെ ഖേദം പ്രകടിപ്പിക്കുന്നു. അതായത് അവിടെ സംസ്കാര ചടങ്ങിൽ കൃത്യസമയത്ത് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്ന വിവരം അറിഞ്ഞു. എന്താണ് ഉണ്ടായത്? താങ്കൾ പ്രതിഷേധിച്ചതിനെ തുടർന്ന് അവരെന്ത് മറുപടിയാണ് നൽകിയത്? ഹലോ, പറയൂ, കേൾക്കാമെന്ന് കരുതുന്നു. അതായത് ഞാൻ 1 മണി നേരത്തെ അങ്ങോട്ട് പോകുന്നു, പേരാമ്പ്രയ്ക്ക് പോകുന്നു ഫ്യൂണറിന് പങ്കെടുക്കാനായിട്ട്. പക്ഷേ എനിക്ക് അവിടേക്ക് എത്താനായിട്ട് പറ്റില്ല. 2-2.5 മണിക്കൂറാണ് ഞാൻ കിടന്നത്. ബാക്കി സാധാരണക്കാർക്കും ഇത് ഇങ്ങനെ ഉണ്ടാവില്ലേ? ഞാൻ മാത്രം ഇതിനു വേണ്ടി പ്രതിഷേധിച്ചു. എന്തായാലും മുൻപ് ഞാനത് പറയുകയും ചെയ്തിരുന്നു. മറ്റാരും പ്രതിഷേധിക്കാനായോ അല്ലെങ്കിൽ ഈ വികാരത്തിനൊപ്പം ചേർന്ന് നിൽക്കാനോ ആരും ആ ഘട്ടത്തിൽ ഉണ്ടായില്ലേ എന്ന്. ഇല്ല, ഉണ്ടായില്ല. പറയൂ. ആരും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞു എന്നെ അറസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. അതെ, തീർച്ചയായിട്ടും ആ അവസ്ഥ മനസ്സിലാവുന്നു. ഈ പ്രതിഷേധിച്ചതിനെ തുടർന്ന് അവരുടെ ഭാഗത്തു നിന്നുള്ള മറുപടിയും ഇടപെടലും എന്തായിരുന്നു? ഹൈക്കോടതി അടക്കം പലവട്ടം പറഞ്ഞതാണിത്. പക്ഷെ അവര് എന്നെ അനുനയിപ്പിക്കാൻ നോക്കി, അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കിയില്ല. അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പറ്റില്ല, കാരണം എന്നെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും വളരെ ന്യായമായ ഒരു ആവശ്യമായിരുന്നു, ന്യായമായ പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ നന്ദി പ്രതികരിച്ചതിന് ശ്രീ വർഗീസ് ജോസ്. അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് പങ്കെടുക്കാൻ കഴിയാത്ത വിധം ഗതാഗത കുരുക്കിൽ അകപ്പെട്ട് പോവുകയായിരുന്നു. 2-2.5 മണിക്കൂറോളമാണ് ഗതാഗത കുരുക്കിൽ പെട്ടുപോയത്. ആശുപത്രിയിലേക്ക് അടിയന്തരമായി പോകുന്നവർ, ഏതെങ്കിലുമൊക്കെ ജോലികളുടെ അഭിമുഖത്തിൽ പങ്കെടുക്കാനായി പോകുന്നവർ, അല്ലെങ്കിൽ ജോലിയിൽ ആദ്യ ദിവസം പ്രവേശിക്കാനായി പോകുന്നവർ, അങ്ങനെ തുടങ്ങി വിവിധ ആവശ്യങ്ങളുമായി പോകുന്ന മനുഷ്യരെ ഇത് എത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്നു എന്നതിന്റെ ഒരു ചെറിയ തെളിവ് മാത്രമാണിത്. ഒരാൾ ഈ ഘട്ടത്തിൽ പ്രതിഷേധിക്കുകയുണ്ടായി. അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് ഉണ്ടായതെന്ന് അദ്ദേഹം പറയുന്നു. എന്തെങ്കിലും ഒരു നടപടി ഇതിൽ ഉണ്ടായില്ല എങ്കിൽ വലിയ ദോഷമായിരിക്കും. മനുഷ്യരൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ മാത്രം കടന്നു പോകുന്ന അവസ്ഥയായിരിക്കും ഇനി ഉണ്ടാവുക.